ഹലോ ഗേസ്, ഇന്നിപ്പോൾ എനിക്കുള്ളത് ഒരു എന്താ പറയുക, തമിഴ്നാട് തന്നെ ഒരു 360 ഡിഗ്രി തിരിച്ച ഒരു വലിയ യൂട്യൂബറാണ് ഇദ്ദേഹം. തമിഴ്നാട്, കേരള എന്ന സ്ഥലങ്ങളൊക്കെ ബ്ലോഗ് ചെയ്യുന്ന വ്യക്തിയാണ്. ദുബൈയിലാണ്. അപ്പോൾ ജസ്റ്റ് ഞങ്ങളിന്ന് കഴിഞ്ഞിടയ്ക്കൊന്ന് മീറ്റ് ചെയ്ത് ഇദ്ദേഹം ഇങ്ങോട്ട് ജസ്റ്റ് എനിക്കൊരു കമൻറ്റ് വരുമായിരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇദ്ദേഹമായിട്ട് മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പുള്ളിയാട്ടം ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. പുള്ളിയാട്ടം ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. പേരെന്താ? സയ്യിദ്. സയ്യിദ്. ഓക്കെ. கேட்டோ ஓகே. உங்களுக்கு அந்த மாதிரியா இருந்தா முன்னாடி பிரச்சனை இருக்கா? முன்னாடி எனக்கு ஒரு ஸ்டார்டிங்ல 2 வியூவர்ஸ் 3 வியூவர்ஸ் അതേ പോലെ தான் இருந்தது. இப்போ ഒരുപാട് ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ പെരിയ ആളാണ്. ഓക്കെ, എങ്കിലും
ഓക്കെ നമുക്ക് ട്രൈ ചെയ്യാം. ഇപ്പം കാര്യം വെച്ചാൽ എനിക്ക് ഇപ്പം എന്താ എനിക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയിരിക്കുന്നത് മറ്റേ എൻഡോർക്ക് എന്നൊരു സ്കൂട്ടിയുടെ എൻഡോർക്ക് എന്നാണ് ടൂ വീലറിൻ്റെ വീഡിയോ ഇട്ടപ്പോഴാണ് കൂടുതൽ എനിക്ക് വ്യൂസും കിട്ടിയിരിക്കുന്നത്. പക്ഷെ അതിൽ നിന്നാണ് എനിക്ക് സബ്സ്ക്രൈബ് തുടങ്ങി. ഞാൻ ഇത് മൊത്തം 5 സബ്സ്ക്രൈബ് ചെയ്ത് തുടങ്ങിയ ചാനലാണ്. ഇപ്പോൾ ഒരു 3 മാസമായി തട്ടിക്കൂട്ടി തുടങ്ങിയിട്ട്. അപ്പോൾ അവിടെ നിന്ന് ഇപ്പം അത്യാവശ്യം സബ്സ്ക്രൈബർ ഉണ്ട്, പക്ഷേ വ്യൂസും കുറവാണ്. ഇദ്ദേഹം പറയുന്നത് വെച്ചാൽ ഇദ്ദേഹം സ്റ്റാർട്ടിങ് ഇതുപോലെ ആയിരുന്നു, വ്യൂസ് കുറവായിരുന്നു, 2-3 വ്യൂസൊക്കെ ഉള്ളു. ഇപ്പം പെരിയ ആളായി. പുള്ളി പറയുന്നത് വെച്ചാൽ ആരെയും ഡിപ്പെൻഡ് ചെയ്യരുത് അല്ലേ എന്നല്ലേ. யாரையும் டிபெண்ட் உனக்கு எந்த தோணுதோ உனக்கு என்ன காணுதோ அதை மற்ற ஆளுக்கு நீ காണിച്ചു கொடு. ഓക്കെ കാരണം ഇപ്പം ഞാനിപ്പോൾ വീഡിയോ ഇടും തരും ആൾക്കാർ ജസ്റ്റ് നമ്മളൊരു ഡൗൺ ആക്കുന്നൊരു സംസാരവും ഉണ്ട്. അപ്പോൾ അത് കാരണം ഒരു മാനസികമായിട്ട് അത് നമ്മ ഇപ്പോൾ പക്ഷെ വേറെ കാര്യം വെച്ചാൽ കമന്റിലൂടെയൊക്കെ നല്ല ഒരു സപ്പോർട്ട് സബ്സ്ക്രൈബർ നിന്ന് കിട്ടുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ മനു ആണ്. ഹലോ മനു, എനിക്ക് അത് ഒത്തിരി നന്ദിയുണ്ട്. മനുവിനെ ഞാൻ കണ്ടിട്ടില്ല, മനുവിൻ്റെ പേരെടുത്ത് പറയണം. അതുപോലെ ബാലു കിച്ചു കുറേ പേര് ഇടുന്നുണ്ട്. അവർ കണ്ടിന്യൂ நம்மளுக்கு எந்த விஷயம் தெரியுதோ அதை மற்ற ஆளுக்கு நம்ம காணிக்க. அதை ஒரு சில ஆள் வந்து அது டவுன் ஆகிட்டா நினைக்க, ஒரு சில ஆள் ஓகே நமக்கு இதெல்லாம் அறியில்ல, அதனால 90% ப்ளஸ் ഉണ്ടാവും, 10% മൈനസ് ഉണ്ടാവും. നീ പ്ലസ് നോക്ക്. അതുപോലത്തെ വന്ന് ഞാൻ ഫസ്റ്റ് വീഡിയോ കണ്ടത് അശ്വിൻ ശിവ, ആ വീഡിയോ കണ്ടതാണ്. ആ ചെക്ക് ഇപ്പൊ എവിടെയാണ്? അവനിപ്പം നാട്ടിലാണ്. അവനോടാണ് ഞാൻ ആദ്യമേ ഒറ്റയ്ക്ക് വീഡിയോ ചെയ്തതായാലും അവനാണ് എനിക്ക് ഈ ചാനൽ മുന്നോട്ട് കൊണ്ട് കൂടുതൽ സപ്പോർട്ട് ചെയ്തത്. ഫസ്റ്റ് അവനോട് ഞാൻ താങ്ക്സ് പറയുന്നത്. ഇന്നൊരു അടിപൊളി ഒരു റിവ്യൂ ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് നിരത്തിൽ ഇറങ്ങിയിരിക്കുന്ന TVS മോഡൽ ഏറ്റവും ലേറ്റസ്റ്റ് ഒരു വണ്ടിയാണ് ഇന്ന് ഇറങ്ങിയിരിക്കുന്നത്. 30-ലധികം സവിശേഷതകളുമായിട്ടാണ് TVS ഇന്ന് പുറത്തിറങ്ങിയിരിക്കുന്നത്. അതിൻ്റെ വിശദ വിവരങ്ങൾ അശ്വൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അശ്വൻ അവനാണ് എനിക്ക് കുറച്ച് ഐഡിയകൾ പറയണം. നമുക്ക് ഇന്ന സ്ഥലത്ത് പോവാം, ഇന്ന പോവാം, ഇന്ന സ്ഥലത്ത് ബ്ലോഗ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ്. അപ്പം അതുപോലെ എനിക്ക് കൂടുതൽ സപ്പോർട്ട് ചെയ്ത അവനാണ്. അത് കാരണം വെച്ചാൽ ഈ ചാനൽ തട്ടിക്കൂട്ടി മുന്നോട്ട് പോകാൻ സഹായിച്ചത് അശ്വനാണ്. അതിപ്പോഴും മറക്കത്തില്ല. അതിപ്പോൾ പലരും 2-3 പേര് ഇങ്ങനെ എനിക്ക് കമൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു ഇതുപോലെ അശ്വൻ്റെ പേര്. പക്ഷെ അവരുടെ ബ്ലോഗ് ഞാൻ കാണുന്നുണ്ട്, നിങ്ങളുടെ ബ്ലോഗ് ഇനി എന്ന് വരും. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി എനിക്ക് 1 വർഷത്തേക്ക് പറ്റുന്നില്ല. കുറച്ച് ഞാനിപ്പോൾ ഇവിടെ ദുബായിലൊക്കെ ജോലി സമുദായകാരിയല്ലേ, എനിക്ക് നാട്ടിൽ പോയി അവനെ കിട്ടത്തുള്ളൂ, ഇങ്ങനെ ബ്ലോഗ് ചെയ്യാൻ സാധിക്കും. ചോദ്യം கேள்வி கேட்குறேன். ஓகே, நான் இடையில உங்கள் வீடியோ ஒன்று பார்த்தேன் கேரளாவை பற்றி. கேரளாவில் வந்து ஒரு டேம் இதை பற்றி போட்டிருந்தீங்க. அது எந்த இடம்? അത് ഞാൻ പോയത് അത് വാഗോൺ ഏരിയ ആണ്. വാഗോൺ അവിടുന്ന് കുറച്ച് പോയി ഇടുക്കി, തേക്കടി, അവരുടെ അങ്ങനെ കുറച്ച് ഡാമുകളൊക്കെ ഉണ്ട് അവിടെ തന്നെ. அது எனக்கு ரொம்ப அந்த இடம் வந்து ரொம்ப பிடிச்சிருக்கு. அது போய் பார்க்கணும் போல இருக்கு. அதே போல் உங்கள் கேரளாவில் வேறு ஏதாச்சும் நல்ல ടൂറിസം പ്ലേസ് ഇത് இருக்கா? அது மாதிரி இந்த വീഡിയോ போடுறதுன்னா അടുത്ത് നിങ്ങളെ പെരിയ തന്നെ യൂട്യൂബർ കേട്ടോ. അതായത് കേരളത്തിൽ വന്ന് ഫസ്റ്റ് ഒന്ന് ആലപ്പുഴ ഹൗസ് ബോട്ടിങ്, പിന്നെ അതുപോലെ ആലപ്പുഴ നിറയെ സ്ഥലങ്ങൾ ഇருக்கு. അതുപോലെ ഇടുക്കി, തേക്കടി, മൂന്നാർ, വാഗമൺ അങ്ങനെ നിറയെ
കീഴോട്ട് കൊണ്ടുപോകുള്ളൂ. എനിക്കതാണ് പറയാനുള്ളത്. പിന്നെ മറന്നുപോയി, കഴിഞ്ഞിടയ്ക്ക് ഞാൻ ഗൂഗിളിനകത്ത് കണ്ടായിരുന്നു. ഗൂഗിളിനകത്ത് യൂട്യൂബറിൽ പുള്ളിയ വീഡിയോ കണ്ടായിരുന്നു. നിങ്ങളെന്തായാലും വ്ലോഗ് ചെയ്യുന്ന ആളാണ്. അപ്പം കുറച്ച് സ്ഥലങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതുപോലെ പൊന്മുടി നല്ല പ്ലേസാണ്. ചടയമംഗലം, പുനലൂർ ഒരു സ്ഥലമുണ്ട്, അതേ മറന്നുപോയത്. പിന്നെ നെയ്യാർ ഡാം, പിന്നെ തെന്മല എക്കോ, അതുപോലെ ആലപ്പുഴ, അതുപോലെ തന്നെ ആലപ്പുഴ ബീച്ച്, അല്ല തിരുവനന്തപുരം മറ്റേ കോവളം ബീച്ച് ഒക്കെ നല്ല പ്ലേസ് ഉണ്ട്. പക്ഷെ അവിടെയൊക്കെ അതുപോലെ പരുന്തുംപാറ, ഇടയിൽ വന്ന് പരുന്തുംപാറയിൽ വന്ന് ബ്ലാക്ക് ചെയ്തിട്ടുണ്ടല്ലേ? ഓക്കെ. പക്ഷെ അവിടെ എന്ന് പറഞ്ഞാൽ എപ്പോഴും നല്ല തണുപ്പാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. കാരണം ചിലപ്പോൾ ഞാൻ ഇങ്ങനെ എനിക്ക് ഓർമ്മയില്ല, ഞാനൊരു വർഷം മുന്നേ നാട്ടിൽ ഇരിക്കുമ്പോൾ അതൊന്നും ആ സമയത്ത് നല്ല ചൂടാണ്. நல்ல இடம் இருக்கு, நல்ல டூரிசம் பிளேஸ், நல்ல ஹோட்டல்ஸ் எல்லாம் இருக்கு அப்படின்னு நீங்க பார்த்தா மற்றவங்களுக்கு தெரியும். ஓகே கேரளாவில் இது இருக்கா, இந்த இடத்துக்கு கூட அங்கே இது இருக்கா எல்லாம் தெரியல. நீங்க வந்து அது மாதிரி கேரளாவில் நிறைய நல்ல விஷயங்கள், நிறைய மக்கள், நிறைய பெரிய பெரிய ആൾക്കാരെ ഹെൽപ്പ് പண்றது, അത് மாதிரிலாம் நீங்க ഇത് பண்ணா മറ്റവங்களுக்கு. അതുപോലെ എനിക്ക് പ്രവാസികൾക്ക് വേണ്ടി ഒരു വീഡിയോ ആഗ്രഹം ഇருக்கு. അതായത് ഇപ്പം പ്രവാസി റിട്ടയർഡ് വരുന്ന പ്രവാസികൾക്ക്
അതുപോലെ ബാങ്കിന്റെ കുറച്ച് റൂൾസ് ഒക്കെ വന്നിട്ടുണ്ട്. അതായത് നമുക്ക് പ്രവാസികൾക്ക് അവരൊരു വാല്യൂ കൊടുക്കുന്ന ഒരു പുതിയ റൂൾസ് ഒക്കെ ബാങ്കുകാർ കൊണ്ടുവരും. പക്ഷെ അതിനെക്കുറിച്ച് കൂടുതലൊക്കെ ഇടേണ്ട ആഗ്രഹമുണ്ട്. പക്ഷെ ഒന്നാമത്തെ പ്രോബ്ലം എനിക്ക് ടൈമിംഗ് ആണ്. പിന്നെ എല്ലാം ഈ എൻ്റെ ടൈമിംഗ് എല്ലാം മാറ്റി വെച്ചാൽ ഇപ്പം എനിക്ക് കുറച്ച് വ്യൂസ് ഉള്ളെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടി ഞാൻ ഇപ്പം ഇത്രയും റിസ്ക് എടുത്തു. ഇപ്പം നമ്മളെല്ലാവരും കാണുന്നത് ഇപ്പം ചിലർ വീഡിയോ എടുക്കാൻ കളിയാക്കുന്നുണ്ട്, ചിലർ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇതിൻ്റെ മുന്നേ നമ്മളൊരു വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴും ഇതിൻ്റെ മുന്നേ നമ്മൾ എന്തുമാത്രം കഷ്ടപ്പാടുണ്ടാവും. എന്നെക്കാളും കൂടുതൽ ഇദ്ദേഹത്തിന് അറിയാം. അത്രയൊക്കെ മാക്സിമം നമ്മൾ കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്ത് നമ്മൾ വീഡിയോ ഇടുന്നത്. അപ്പം ജസ്റ്റ് അപ്പോഴൊക്കെ നമുക്ക് അതായത് നമ്മൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ വീഡിയോ എടുക്കാനും പിടിക്കാനൊക്കെ എന്ത് ബുദ്ധിമുട്ടാണെന്ന് അറിയാം. പക്ഷെ അതുപോലെ ബാക്ക്ഗ്രൗണ്ട് എഡിറ്റിങ്ങും മറ്റു കാര്യങ്ങളും കുറേ ബുദ്ധിമുട്ടിന് ശേഷമാണ് നമ്മളൊരു വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ ഉണ്ട്. അത് എന്നെക്കാളും കൂടുതൽ നിങ്ങൾക്കറിയാം. நீங்கள் இது போல் மேலே மேலே வளரணும். அது இல்லாமல் வந்து நிறைய புவர் பீப்புள்ஸ் கஷ்டப்படுறவங்க இருப்பாங்க. அவங்களுக்கு இந்த இடத்துக்கு போனால் உங்களுக்கு வந்து ஹெல்ப் கிடைக்கும். படிப்பு சம்மந்தமாக இருக்கட்டும், ஹாஸ்பிட்டல் சம்மந்தமாக இருக்கட்டும், இதுவாக இருக்கட்டும். இது மாதிரி நீங்கள் வந்து அங்கே போனால் இதெல்லாம் கிடைக்குன்னு இது பண்ணிங்கன்னா நிறைய வியூவர்ஸ் வந்து உங்களுக்கு அதிகமாகும். நிறைய பேர் வந்து அவங்க இப்போ நம்ம படிக்க முடியாமல் இருக்கணும், யாராச்சும் ஹெல்ப்புக்கு ஆள் இல்லாமல் இருக்குமா, அதே மாதிரி நீங்கள் டாக்டர் மோகன்லால் மாதிரி இருக்கீங்க. இருக்கும் போல இருக்குப்பா. ഗേൾ ഫ്രണ്ടാ എനിക്കാ? എന്റെ പൊന്നു വ്യൂസ്, എനിക്ക് ഗേൾ ഫ്രണ്ട് ഇല്ല, ഒന്നുമില്ല. ഇങ്ങനെ പറയല്ലേ, കുടുംബം തകരുകയെ ഒരു കയ്യിലൊക്കെ பார்த்தா வந்து பெரிய ஆக்டர் மாதிரி அந்த ட்ரெஸ்ஸிங் சென்ஸ் எல்லாம். അത് വീഡിയോ എഡിറ്റ് ചെയ്യാൻ കുറച്ച് പേര് പറയുന്നുണ്ട്, നിന്റെ വീഡിയോ എഡിറ്റിംഗ് പ്രൊഫഷണൽ യൂട്യൂബർ പോലെ എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അത് അവർക്ക് നന്ദി. അല്ലാതെ എനിക്ക് ഗേൾ ഫ്രണ്ട് ഒന്നും ഇല്ല. പിന്നെ നിങ്ങൾ മോഹൻലാൽ എന്ന് പറഞ്ഞ് എനിക്ക് ഉദ്ദേശിച്ചാ ഇല്ല. பார்த்தா பெரிய ரிச் ஃபேமிலி மாதிரி இருக்கு சிவா. എന്റെ ഫാമിലിയാണ്. എന്റെ ഫാമിലി മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. റിച്ച് ഫാമിലിയാണ്, മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. നിങ്ങളുടെ ഫാമിലി എനിക്കറിയാം, ഞാൻ കേൾവി കേട്ടിருக்கு. നിങ്ങൾക്ക് യൂസ് ഒരു കാര്യം വേണേ, 2 സ്വർണ്ണക്കട, പിന്നെ ട്രാവൽസിന്റെ എന്തോ ബിസിനസ് ചെയ്യുന്നുണ്ട്. സത്യം കടവൾ മാതിരി പുള്ളിയുടെ യൂട്യൂബ് നിങ്ങൾ പാക്കണം. டிராவல் இருக்கு, பின்ன இந்த பிரைவேட் பேங்க் இருக்கு, சொர்ண கடை இருக்கு. இந்த பெரிய ஆளு இந்த வேலையெல்லாம் விட்டு இங்க இருக்கு. அந்த காமெடிக்கு கம்ப்ளீட் ஆக்டர் இல்ல இல்ல இல்ல, நான் காமெடிக்கு கம்ப்ளீட் ஆக்டர் சொன்னதுக்கு அவர் இல்ல இல்ல, നിങ്ങൾ சொர்ண கடை இருக்கு. അല്ലല്ല, സാധാരണ വ്യാപാരി ഇല്ല. യൂസ് ഞാൻ പറയാം, നിങ്ങൾക്ക് എല്ലാം സ്വർണ്ണക്കടയില് ഇരിക്കും. അവിടെ സ്റ്റാഫ് വെച്ചിരിക്കും. സ്റ്റാഫ് വെച്ചിരിക്കും. ഇവിടെ വേറെ വേലക്ക് വന്നിരിക്കും. ഇവിടുന്നും ക്യാഷ് അവിടുന്നും ക്യാഷ്. പെരിയ ആള്. നമുക്കിന് അതൊന്നും ഇല്ല. എന്നിട്ട് എന്താ 2 സ്വർണ്ണക്കട, പിന്നെ ഹോട്ടൽ ഇരിക്കില്ലേ, അത് ഞാൻ ഉങ്ങളുടെ ഹോട്ടല്, അത് ഹോട്ടൽ പാത്ത് 2 സ്വർണ്ണക്കട ഇരിക്കും. അത് പാത്ത് പ്രൈവറ്റ് ബാങ്ക് ഇല്ലേ, അത് പാത്ത് ട്രാവൽസിന്റെ അത് കുറച്ച് ബിസിനസ് ഒക്കെ ഇല്ലേ, അത് നമുക്കറിയാം. എല്ലാം தெரியும். ഇത് പെരിയ ആള്, പെരിയ യൂട്യൂബർ. സത്യം പറയാ, എന്താ പറഞ്ഞ ഈ തമിഴ്നാട് തന്നെ ടോപ്പിൽ ആളാന്ന് എനിക്ക് തോന്നുന്നു. എത്ര ലക്ഷങ്ങളൊക്കെ ഉണ്ടാക്കിയാണ് സബ്സ്ക്രൈബർ ഒക്കെ ഉള്ളത്. പിന്നെ ട്രാവൽസും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഫ്രീ ട്രാവൽസ്, ബ്ലോഗ് ക്യാഷ് മുടക്കി പോകണം. നിങ്ങൾക്ക് സ്വന്തം വണ്ടിയും മറ്റു കാര്യങ്ങളൊക്കെ. சின்ன கேள்விதான் கேட்டா, பார்க்க மோகன்லால் மாதிரி இருக்கான்னு சொல்றதுக்கு எப்படி சமாளிக்கிறப்ப, அப்போ என்னது அவங்களுக்கு கூடுதலாக கேர்ள் ஃப்ரெண்ட் இருக்கு. முக்கியமா வந்து அவங்க மிஸ்ஸஸ் பார்க்கணும். அதிகமாயிட்டு கேர்ள் ஃப்ரெண்ட் இருக்கு, கொஞ்சம் நீங்க பாத்துக்கிட்டு அவங்க வீட்டுக்காரன்
എൻ്റെ പൊന്നെ വ്യൂസ് പിന്നെ എൻ്റെ ഇത് കാണുന്ന വീഡിയോസ് കൂട്ടുകാർക്ക് ഞാൻ പറയാണ് എനിക്ക് ഗേൾ ഫ്രണ്ട് ഒന്നും ഇല്ല. എന്തിനാ കുടുംബം കലക്കുന്നത്? എനിക്ക് ആരും ഇടയ്ക്കിടെ മെസ്സേജ് വരുന്നത്. അല്ല ഒരു സത്യം പറയാം, എനിക്കൊരു മുന്നാടി നമുക്ക് എന്താ പറയാ ഗേൾസൊക്കെ മെസ്സേജ് അയക്കാറുണ്ട്. പിന്നെ 1 പോയിന്റ്, ഈ ഇടയ്ക്ക് ഞാൻ നാട്ടിൽ പോയപ്പോഴേക്ക് ഒരു എന്തോ സാധനം മേടിക്കാൻ വേണ്ടി പോയത്, എന്തോ സാധനം മേടിക്കാനാണ് പോയത്, ഓർമ്മ ഞാവാൻ കിട്ടുന്നില്ല. അപ്പോൾ ഒരു പെൺകുട്ടി എന്നെ ഡയറക്റ്റിങ് നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാനിങ്ങനെ നോക്കി, ഞാനതിനെ നോക്കി, പിന്നെ വിട്ട്. പിന്നെ ആ കുട്ടി ഇങ്ങനെ ഡയറക്റ്റ് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്ന എന്തോ ആ പെണ്ണ് നിന്നെ തന്നെ നോക്കും. ഞാൻ എന്തോ പന്തികളുണ്ടല്ലോ. അപ്പോൾ അവൻ ചോദിച്ചു എൻ്റെ അല്ല പുള്ളി അവരുടെ നിന്ന് മേടിച്ചിട്ട് കൊടുക്കാതെ എങ്ങനെ പോയോ? എനിക്ക് ഡൗട്ട്, അങ്ങനെയൊന്നും ഇല്ലല്ലോ, ഞാൻ അങ്ങനെ പൈസ തിരിച്ച് മേടിക്കുവാണെങ്കിൽ തന്നെ തിരിച്ച് കൊടുത്തിട്ടേ ഉള്ളൂ. പിന്നെ ഞാൻ ഇറങ്ങാൻ നേരത്ത് അവരെന്നെ വിളിച്ച് ശിവയാണോ എന്നൊരു ചോദ്യം. നമ്മളത് നമ്മളെന്താ നിങ്ങൾ യൂട്യൂബ്, ഞാൻ യൂട്യൂബറാണ്. അങ്ങനെയാണ് എൻ്റെ ലൈഫിൽ ഒരു ആദ്യത്തെ സബ്സ്ക്രൈബറെ ഞാൻ നേരിട്ട് കിടന്നത്, അതൊരു പെൺകുട്ടി. இல்ல வியூவர்ஸ் பாத்தீங்களா, ஒரு வாயில உண்மை வருது கேட்டா ஒரு பெண்குட்டி வந்துச்சு சொல்றாப்ல. அப்போ எத்தனை பெண்குட்டி இருந்தாவும் எத்தனை பெண்குட்டி கூட வந்து மெசேஜ் பண்ணி சேட் பண்ணிட்டு இருக்காப்ல. முக்கியமா இந்த சிவா, மிஸ்டர் சிவாவோட மிஸ்ஸஸ் தான் இந்த பார்க்கணும் சரிங்களா. அவர் பார்க்கவே கம்ப்ளீட் ஆகிட்டு மோகன்லால் மாதிரி இருக்காப்ல, நிறைய ഗേൾ ഫ്രണ്ട്. എൻ്റെ പൊന്നു വ്യൂസ്, ഞാനൊരു കാര്യം പറയാം, എനിക്ക് ഗേൾ ഫ്രണ്ട് ഒന്നും ഇല്ല. ഇപ്പം ഞാൻ പറയാം, എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഒരു സബ്സ്ക്രൈബർ ഞാൻ കണ്ടിരിക്കുന്ന പെൺകുട്ടിയാണ്. അപ്പോൾ എനിക്ക് ഇങ്ങോട്ട് ചോദിക്കുമായിരുന്നു സബ്സ്ക്രൈബറെ കുറിച്ച്. അല്ലാതെ വേറെ ആരെങ്കിലും ഞാൻ പിന്നെ വേറെ ബോയ്സൊക്കെ 2 പേര് ഞാൻ കണ്ടിട്ടുണ്ട്. ലൈഫിൽ ആദ്യമായിട്ട് ഒരു സബ്സ്ക്രൈബറാണ്, അതൊരു പെൺകുട്ടിയെ എൻ്റെ എടുക്കണം. ഇപ്പം ജസ്റ്റ് ഇപ്പം മോഹൻലാൽ ആരാധക, പൃഥ്വിരാജിന് ഇരിക്കുക ആരാധകമാരുണ്ട്, അത് വെച്ചപ്പോൾ ആരാധകയായിരിക്കാം. അതുപോലെ ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ തന്നെ ഇത് ജസ്റ്റ് കവിതയൊക്കെ ഇടുമായിരുന്നു. അപ്പോൾ കവിത കൊണ്ട് കുറേ പെൺകുട്ടികളിങ്ങനെ ഇതുപോലെ എനിക്ക് മെസ്സേജ് ഇതുപോലെ കമൻറ്റ് ചെയ്യുമായിരുന്നു. അപ്പം ഇതുപോലെ ഒരു ചോദിച്ചു നീ എന്ത് പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും ഗേൾ ഫ്രണ്ടോ? ഞാൻ പറഞ്ഞ ആരാധികമാരായിരിക്കും. അതുകൊണ്ട് ഇന്നുവരെ ഒരു പെൺകുട്ടിയുടെ ചാറ്റിങ്ങോ മറ്റു കാര്യങ്ങളോ അതൊന്നും ഇല്ല. വേറെ കാര്യം അത് ശരിയല്ല. ഞാനൊരു ഒരു എന്നെ വിശ്വസിച്ച് ഇറങ്ങിയ പെൺകുട്ടിയുണ്ട്, ശരിയാണ്. അപ്പോഴേക്ക് അവളുടെ മനസ്സിൽ വേദനിപ്പിച്ചിട്ട് ഞാൻ വേറെ പെൺകുട്ടിയുടെ ചാറ്റ് ചെയ്യുന്നത് അത് തെറ്റാണ്. പക്ഷെ അവർ അതുപോലെ പോകാൻ വേണം, നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാകും. ഒരിക്കലും അതുകൊണ്ട് ഞാൻ ഒരിക്കലും വേറെ പെൺകുട്ടിയുടെ ചാറ്റിങ് പോകാറില്ല. പക്ഷെ ആരാധകരുണ്ടായിരിക്കാം. ധനുഷാണ് ഇദ്ദേഹം എന്ന് പറയുന്നത്. മക്കളെ പാരുங்க, മകൻ ധനുഷ് മാരിയാ இருக்கு. അവരെ பார்த்தாலும் சொல்லலாம் മോഹൻലാൽ ഷുവറാണ്. ഇത് നമ്മൾ പറയല്ല, നല്ലൊരു യൂട്യൂബറാണ് ഇദ്ദേഹം. അപ്പോൾ ഇതിൻ്റെ സ്വന്തമായിട്ട് വീഡിയോ കണ്ട് 100% എന്തെങ്കിലുമൊക്കെ ചാൻസ് 100% പുള്ളി കിടക്കും. അതിന് ഇന്നല്ലെങ്കിൽ നാളെ 100% നിങ്ങൾക്ക് അത് കിട്ടിയിരിക്കും. വളരെ താങ്ക്സ് 100% കിട്ടിയിരിക്കും. പിന്നെ അപ്പം കൂട്ടുകാരെ, നമുക്കിപ്പം വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇപ്പം കുറേ ടൈം ആയല്ലോ. അപ്പം ബോറടിച്ച് കാണുന്നില്ലെന്ന് എനിക്കറിയത്തില്ല. ബോറില്ല, സമയം വന്ന് മുഖ്യമല്ല, ടൈമിംഗ് ഒന്നും മുഖ്യമല്ല. അപ്പം എന്തായാലും ഞാൻ ഇത്ര നല്ലൊരു വ്യക്തിയെ എനിക്ക് മീറ്റ് ചെയ്യാൻ കിട്ടിയത് ഞാൻ കടവുള്ള നന്ദി പറയുന്നു. പിന്നെ അങ്ങനെ പോകാൻ വരട്ടെ പാർട്ടി വേണം. നിങ്ങളെ മാതിരി പെരിയ യൂട്യൂബർ, 2 സ്വർണ്ണക്കട, ബസ്, കാറ്, പിന്നെ ബാങ്ക് ഇരിക്കുന്ന ഇത്രയും വലിയ പെരിയ ആള് എനിക്ക് പാർട്ടി കിടക്കണം. കൺഫേമാ പാർട്ടി കൊടുത്തല്ല, കൺഫേമാ കൊടുത്തല്ല പാർട്ടി கொடுத்துடலாம். இதை முடிச்சுட்டு போற வரையில நம்ம பார்ட்டி கொடுத்துடலாம் மிஸ்டர் சிவா. അപ്പം 25 നിമിഷമായി പോകാതെ. അപ്പം യൂസ് നമുക്കിപ്പം ഇവിടെ വീഡിയോ ഇപ്പം ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. അപ്പം ഇദ്ദേഹമായിട്ടൊരു നമുക്കൊരു എന്താ പറയുക, സംസാരിക്കാൻ പറ്റില്ലെങ്കിലും ഇതിൽ കാണാൻ പറ്റില്ല, എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അതുപോലെ ദൈവത്തിനൊന്നുമില്ല പറയാം, ദൈവത്തിനോട് അറിയാം. എന്നെപ്പോലെ ഒരു കുഞ്ഞ് യൂട്യൂബർക്ക് ഇത്രയും വലിയ യൂട്യൂബറായിട്ട് കാണാനും സംസാരിക്കാനും പറയാം അത്രയ്ക്ക് പെരിയാണ്. തമിഴ്നാട്ടിൽ തന്നെ ഏറ്റവും ടോപ്പാണ് ഞാൻ അവകാശപ്പെടാം. ജസ്റ്റ് ഞങ്ങളിങ്ങനെ എന്തോ ദൈവം സഹായിച്ച് പുള്ളി എനിക്ക് കമൻറ്റ് എൻ്റെ വീഡിയോ കണ്ടിട്ട്, നമ്മളത്ര കുഞ്ഞ് യൂട്യൂബറാണെങ്കിൽ ചിലപ്പോൾ എന്താ പറയുക. സോ നിങ്ങൾ വ്യൂസിൻ്റെ ഒക്കെ പ്രാർത്ഥനയായിരിക്കാം. ഓക്കെ, ഹലോ ഫ്രണ്ട്സ്. അപ്പം നമ്മുടെ ഒരു ചെറിയ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഞാൻ പറയുന്ന പോലെ ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. പിന്നെ ജസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, ഷെയർ ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് തട്ടിവിട്ടേക്കണം. ജസ്റ്റ് ഇങ്ങനെ ചുമ്മാ തട്ടിവിട്ടാൽ മതി ഷെയർ. അത് ചിലപ്പോൾ ആ ഷെയറിലൂടെ ആയിരിക്കാം നമ്മുടെ ചാനലൊന്ന് ഡെവലപ്പ് ആവുന്നത്. അപ്പം എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഹൈട്രിക് വ്യൂസിനും എല്ലാവർക്കും ഐ ലവ് യു ഹൈട്രിക് വ്യൂസ്. ബൈ ബൈ.